നിനക്ക് സാധിക്കാത്തത് എങ്ങനെ ഗംഗയ്ക്ക് സാധിച്ചു എന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയോ? അതൊക്കെ ഞാൻ ചിന്തിച്ചതാ. അതിനുത്തരം ഒന്നേ ഉള്ളൂ, ആ മാളു. അതെ, അത് ശരിയാ. ഗംഗ മാളുവിലൂടെയാണ് മഹിയുടെ മനസ്സിൽ കയറിയത്. പക്ഷേ അതിലൂടെ അവള് നേടിയത് മാളുവിന്റെ അമ്മയെന്ന സ്ഥാനം മാത്രമാണ്. അത് മതിയല്ലോ. അത് വെച്ചവള് മഹിടിനെ കൊണ്ട് അവളെ കഴുത്തിൽ താലി കെട്ടിച്ചില്ലേ? ആ താലി നമ്മൾ പൊട്ടിക്കും. അവള് നേടിയത് മാളുവിന്റെ അമ്മയുടെ സ്ഥാനമാണെങ്കിൽ നീ നേടുന്നത് മഹിയുടെ ഭാര്യയുടെ സ്ഥാനമായിരിക്കും. അതെങ്ങനെ? അതിന് ശ്രേയ ഒന്ന് നന്നായിട്ട് അഭിനയിക്കണം. സിനിമയിലോ അതോ സീരിയലിലോ? ഒന്ന് മിണ്ടാതിരിക്കാമേ. നീ ഗൗരിയായിട്ട് അഭിനയിക്കണം. ഗൗരിയായിട്ടോ? അതെ, ഗൗരിയുടെ ആത്മാവ് നിന്റെ ദേഹത്ത് കയറിയതായിട്ട് നീ അഭിനയിക്കണം. ഗംഗയെ അവൻ വിവാഹം കഴിച്ചത് ഗൗരിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് നിന്റെ ശരീരത്ത് കയറിയതെന്ന് മഹിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഇത് കൊള്ളാം. നീ ഗൗരിയുടെ സാരിയൊക്കെ എടുത്തുകൊടുത്ത് അവളെ പോലെ പെരുമാറണം. ഗൗരിയെ പോലെ ആഹാരം ഉണ്ടാക്കി മഹിക്ക് കൊടുത്ത് അവന്റെ മനസ്സിൽ കയറി ഒരു സ്ഥാനം ഉറപ്പിക്കണം. അവന് നിന്നെ ഗൗരിയെ പോലെ തോന്നി തുടങ്ങിയാൽ അവൻ അറിയാതെ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. നാത്തുന്റെ കയ്യിൽ ഇത്തരം ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഗംഗയെ മഹി താലി കെട്ടും മുമ്പ് ഇതൊക്കെ ചെയ്യാമായിരുന്നു. അവൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് നമുക്കാർക്കും അറിയില്ലായിരുന്നല്ലോ. അത് ശരിയാ. ശ്രേയ, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്ക്. ഗൗരിയെ പോലെയുള്ള നിന്റെ പെരുമാറ്റവും വേഷവും എല്ലാം മഹിയുടെ മനസ്സിൽ തട്ടും. അവള് പാചകം ചെയ്യുന്നത് പോലെ ഭക്ഷണമൊക്കെ നീ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായും മഹി നിന്നിൽ ഗൗരിയെ കണ്ടു തുടങ്ങും. അതോടെ അവന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ സങ്കല്പിക്കും. ഇതിനിടയിൽ നമ്മൾ ഗംഗയെ ഇവിടുന്ന് പുറത്താക്കിയാൽ അതോടെ എല്ലാം പൂർത്തിയായി. പിന്നെ നീ മഹിയുടെ ഭാര്യയാണ്. ഹലോ. ഞാൻ ആ മെയിൽ കണ്ടിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ ഡിസൈൻ കുറച്ച് ഓൾഡ് മോഡൽ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ലേറ്റസ്റ്റ് ഡിസൈൻ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് കൺസിഡർ ചെയ്ത് പുതിയൊരു ഡിസൈൻ സെൻഡ് ചെയ്യണം. Okay, you may take 3 days, no problem, but I need the result. Okay, bye. ഒരിക്കലും പ്രതീക്ഷിക്കാതെയായിരുന്നു നമ്മുടെ കല്യാണം. അത് നീ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ കല്യാണത്തിന് ശേഷം നീ കാണിച്ച അകൽച്ച അതെന്തിനായിരുന്നു? മുത്തശ്ശിയോട് ഞാൻ ദേഷ്യത്തിൽ സംസാരിച്ചതുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് നീ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. പക്ഷെ അതിൻ്റെ കാരണം അതല്ലായിരുന്നു എന്ന് എനിക്കറിയാം. എന്തോ നിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്നാണ് മാറിയതും എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച് തുടങ്ങിയതും. എനിക്ക് നിന്നിലെ മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശരിക്കും നീ നമ്മുടെ ജീവിതത്തിന് പ്രിപ്പയർഡ് ആണോ? May I come, sir? Yes. Good morning, sir. Good morning. Sir.
പർച്ചേസ് ബില്ലെല്ലാം ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫണ്ടെല്ലാം ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്ക്. ആ ശരി സാർ. ഓക്കെ. സാർ എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ സാറ് തെറ്റിദ്ധരിക്കരുത്, ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്താ? സാറിൻ്റെ വൈഫിനെയും പുള്ളിക്കാരി കല്യാണം കഴിക്കാതിരുന്ന ആളിനെയും ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. എന്താണോ താനീ പറയുന്നത്? സാറ് തെറ്റിദ്ധരിക്കരുത്, ഞാനീ പറഞ്ഞ സത്യമാണ് സാർ. സാറിന് സംശയമുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ പോയി ചോദിച്ചു നോക്കിയാൽ മതി. ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം, ഹോട്ടലിൻ്റെ പേരും ഞാൻ പറഞ്ഞുതരാം. നകുലാണല്ലോ. വല്ല കെണിയുമാണ് ഈശ്വര. ഹലോ ഹലോ ശ്രേയ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്തു പറ്റൊരു ഉഷാറില്ലാത്ത? ശ്രേയക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലല്ലോ. ഇത്ര പെട്ടെന്ന് ഗംഗയോട് തോൽവി സമ്മതിച്ചോ? ഞാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. അവസരം കാത്തു പതിയിരിക്കുവാ ഞാൻ. എന്നെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് അവസരം കിട്ടും, അന്ന് ഞാൻ അവൾ അവസാനിപ്പിക്കും. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല ശ്രേയ, അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഡയലോഗിലൊന്നും ഒരു കുറവുമില്ല, പക്ഷേ കാര്യം സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്രാവശ്യം കാര്യം നടക്കും. നമ്മളെ രണ്ടുപേരെയും തേച്ചിട്ട് അങ്ങനെ മഹിയും ഗംഗയും സന്തോഷമായിട്ട് ജീവിക്കണ്ട. മഹിയും ഗംഗയും തമ്മിൽ അകറ്റാനുള്ള ഒരു പ്ലാൻ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്ത് പ്ലാൻ? അത് ഞാൻ കാര്യം നടന്നു കഴിഞ്ഞിട്ട് പറയാം. ഇത് പറയാനാണോ വിളിച്ചേ? അല്ല, പിന്നെ എന്റെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഇന്ന് രാത്രി തന്നെ അറിയാം. ഇന്ന് മഹി ഗംഗയോട് അകൽച്ച കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മഹി അകൽച്ച കാണിച്ചാൽ അതിന്റെ അർത്ഥം പ്ലാൻ വർക്കൗട്ടായി എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് ശ്രേയ എന്നെ വിളിച്ചറിയിക്കണം. ഓക്കെ, ഞാനത് ചെയ്യാം. ഓക്കെ, ബൈ. ബൈ. നകുലിന്റെ പ്ലാൻ വർക്കൗട്ടായി ഗംഗയിൽ നിന്നും മഹിയേട്ടൻ അകലണം. അതേസമയം തന്നെ ഗൗരിയെ പോലെ മഹിയേട്ടന്റെ മനസ്സിൽ ഞാനും കയറി പറ്റണം. ഇവളെന്തിനാ എന്റെ സാരി എടുത്ത് നോക്കുന്നേ?
ഇത് മതി. ഇവൾ എന്തിനുള്ള പുറപ്പാടാ? സാറിൻ്റെ വൈഫിനെയും പുള്ളിക്കാരി കല്യാണം കഴിക്കാതിരുന്ന ആളിനെയും ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. സാറിന് സംശയമുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ പോയി ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. എക്സ്ക്യൂസ് മീ. യെസ് സാർ. ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്യാനായിട്ട് വന്നതാ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അതിനെന്താ സാർ, സാറ് കാര്യം പറയൂ. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? യെസ് സാർ, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് പേര് പറഞ്ഞാൽ ഞാൻ രജിസ്റ്റർ നോക്കി കൺഫേം ചെയ്യാം. പേര് ഗംഗ. ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ നോക്കിയിട്ട് പറയാം. ആ സാർ ഉണ്ട്. ആ മതി. ഈ മേഡോ ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് സാർ. ശരി, താങ്ക് യു. ഓക്കെ സാർ.
എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ആണോ? എന്നാ മഹേട്ടനോട് നേരത്തെ പറഞ്ഞു വിട്ടിരുന്നെങ്കില് മഹേട്ടൻ എല്ലാം വാങ്ങിച്ചോണ്ട് വന്നേനല്ലോ. അങ്ങനെ പോരാ, എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ വന്ന് ഓടി നടന്നെല്ലാം വാങ്ങാനാ ഇഷ്ടം. ആണോ? എന്നാ നമുക്ക് അങ്ങനെ വാങ്ങിക്കാം, പോരെ? മതി. എനിക്ക് ഐസ്ക്രീം വാങ്ങി തരണം. തരാലോ. വലിയ പാവ വേണം, ബലൂൺ വേണം, കളർ പെൻസിൽ സെറ്റ് വേണം. എല്ലാം വാങ്ങിക്കാം കേട്ടോ. മാളുവിന്റെ സന്തോഷത്തിന് വേണ്ടിയാ മഹേട്ടൻ ഇന്ന് പുറത്തു പോവാന്ന് പറഞ്ഞത്. പാവ അച്ഛനല്ലേ? അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പോകാൻ തീരുമാനിച്ചപ്പോ എനിക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോ അതിന് പരിഹാരം ചെയ്യാൻ ഒരവസരം വന്നപ്പോഴാ ആ സങ്കടം മാറിയത്. മഹേട്ടൻ വന്നു തോന്നുന്നു. ഞാൻ പോയി നോക്കിട്ട് വരാം. മാളു അപ്പോഴേക്കും തലയിൽ ആ ബോയൊക്കെ എടുത്തു വെച്ച് റെഡി ആയിട്ട് നിൽക്ക്. വേണ്ട, ഞാൻ ഒന്നുകൂടി കണ്ണാടി നോക്കി സുന്ദരിയാവട്ടെ. എന്റെ മാളിക്കുട്ടി സുന്ദരിയാണല്ലോ. കുറച്ചുകൂടി സുന്ദരിയായെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. എന്നാ ഗംഗ പോയിട്ട് വാ. ശരി. മഹേട്ടാ, മാള് കുറെ നേരമായിട്ട് മഹേട്ടൻ വരുന്നതും കാത്തിരിക്കുന്നു. പുറത്തുപോയി ചെയ്യാൻ കുറെ കാര്യങ്ങൾ മാള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് വേണ്ട, മറ്റൊരു ദിവസം പോവാന്ന് മാളിനോട് പറയും. എന്താ മഹേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാളു നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നത് ഒരുപാട് ആഗ്രഹിച്ചതാ. പിന്നെ ഐസ്ക്രീം കഴിക്കണം, ഡ്രസ്സുകൾ എടുക്കണം, അങ്ങനെ പല പ്ലാനുകളും പറയുന്നുണ്ട്. പെട്ടെന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാ മാളുവിനത് വലിയ സങ്കടാവും. ഇതിനു മുമ്പും മാളു ഇതൊക്കെ ആഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് മാളുവിന് സങ്കടം ഈ പറഞ്ഞവരാരും കണ്ടില്ലല്ലോ. എനിക്ക് നല്ല സുഖമില്ല, മറ്റൊരു ദിവസം പോകുന്ന മാളിനോട് പറഞ്ഞാൽ മതി. ഈ മേഡോ ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് സർ. നാകുലിന്റെ പ്ലാൻ ഏറ്റെന്ന് തോന്നുന്നു. മഹേട്ടന് എന്തോ ഒരു അകൽച്ചയുണ്ട്. സാറിൻ്റെ വൈഫിനെയും പുള്ളിക്കാരി കല്യാണം കഴിക്കാതിരുന്ന ആളിനെയും ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. സുഖമില്ലേ? നിനക്ക് എന്താ പറ്റി? എന്ത് പറ്റി?
എന്താ ഗംഗ? ഞാൻ മഹേട്ടന് ചായ കൊണ്ടുവന്നതാ. അവിടെ വെച്ചേക്ക്. മഹേട്ടന് പനിയാണോ? ചെറിയ പനി പോലെ ഉണ്ട്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോൾ മാറിക്കോളൂ. ഗുളിക മരുന്നോ എന്തെങ്കിലും വാങ്ങിക്കണോ? വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ല, ഒന്നുമില്ല. ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ. ഗംഗ പൊക്കോളൂ.